തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഞാൻ ഇന്നലെ 256 പ്രോഗ്രാം എടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് 266 പരിപാടി എടുക്കാം. അതിൻ്റെ കുറച്ച് ആധികാരികമായ രേഖയാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. അനക്സർ 1 തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അവരുടെ ഗൈഡ് ലൈൻ അനക്സർ 1 പ്രകാരം 266 വർക്കുകൾ, അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇതാണ്. അനക്സർ 1 ലിസ്റ്റ് ഓഫ് 2 ബ്രാക്കറ്റിൽ 266 പെർമിസിബിൾ വർക്ക് അണ്ടർ മഹാത്മാഗാന്ധി നരേഗ NREGA 266 വർക്ക് എടുക്കാം. സത്യത്തിൽ അത് വായിക്കുമ്പോൾ അത്ഭുതം ഉണ്ടാവുകയാണ്. എന്തൊക്കെ വർക്ക് എടുക്കാം പഞ്ചായത്തിൽ. പ്ലാന്റേഷൻ, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്ലാന്റേഷൻ തന്നെ ധാരാളമായി എടുക്കാം. അതുപോലെ തന്നെ പ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഫോറസ്റ്റേഷൻ, ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ അങ്ങനെ തുടങ്ങി പിന്നെ സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ ഇഷ്യൂസ് പരിഹരിക്കാൻ തൊഴിലുറപ്പുകാർ മതി തന്നെ, വേറെ ആരും വേണ്ടെന്നേ. പഞ്ചായത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാം, ലിക്വിഡ് വേസ്റ്റ് ചെയ്യാം, സോളിഡ് വേസ്റ്റ് ചെയ്യാം, ഗവൺമെൻറ് സ്കൂൾ കോമ്പൗണ്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിമേഷൻ, ശ്മശാനമുണ്ടാക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിലുറപ്പുകാർക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ക്രിമേഷൻ. ഞാൻ പറഞ്ഞു, ശ്മശാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ റോഡുകൾ ഉണ്ടാക്കാം, കണക്ടിവിറ്റി ഉണ്ടാക്കാം. സൈക്ലോൺ, അതായത് നമ്മുടെ സൈക്ലോൺ വരുമ്പോൾ സുനാമി പോലുള്ള കാര്യങ്ങളുടെ ഷെൽട്ടർ ഉണ്ടാക്കാം. പിന്നെ ഫിഷ് ഡ്രൈയിങ് യാർഡുകൾ ഉണ്ടാക്കാം. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അസോള കൾട്ടിവേഷൻ ചെയ്യാം. തൊഴിലുറപ്പുകാർ അറിഞ്ഞിരിക്കണം കേട്ടോ. അസോള നിങ്ങൾക്ക് കൾട്ടിവേഷൻ ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ അത് പോയിട്ട് പിന്നെ പെർക്കുലേഷൻ ടാങ്കുകൾ എടുക്കാം. പെർക്കുലേഷൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ മഴക്കുഴി പോലുള്ള സംവിധാനങ്ങൾ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലേ ഫീൽഡ് ഉണ്ടാക്കാം, റീചാർജ് സ്ട്രക്ചർ എടുക്കാം, കിണർ റീചാർജ് എടുക്കാം, സോക്ക് പിറ്റ് എടുക്കാം. ഇങ്ങനെ പോയി ചെക്ക് ഡാമുകൾ കെട്ടാം. അതുപോലെ തന്നെ വില്ലേജ് റോഡുകൾ എടുക്കാം. പിന്നെ അംഗൻവാടിയുടെ സെൻറ്ററുകളെ സഹായിക്കാം, അതിൻ്റെ വർക്കുകൾ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചു കൊടുക്കാം. ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യാം. എത്ര തൊഴിലവസരങ്ങളാണെന്നേ. റോഡുകൾ എടുക്കാം, വീണ്ടും ചെക്ക് ഡാം, ലൈഫ് സ്റ്റോക്ക് സംവിധാനങ്ങൾ ചെയ്യാം, ഫിഷറീസുകാരെ സഹായിക്കാം, പോണ്ടിനെ സഹായിക്കാം, ട്രെഞ്ചുകൾ എടുത്ത് സഹായിക്കാം, സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, അതായത് ഈ സർഫസിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ പോകുന്ന വെള്ളപ്പൊക്കത്തെയും പ്രളയത്തെയും പിടിക്കുന്ന പരിപാടികൾ, ബണ്ടുകൾ കെട്ടാം, ചെക്ക് ഡാമുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് എടുക്കാം, അതായത് ധാന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള, ഇപ്പോൾ നെല്ല്, കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ നെല്ല് ശേഖരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാം. ലൈഫ് സ്റ്റോക്ക് സംവിധാനങ്ങൾ, അതായത് കന്നുകാലികളെ വളർത്തുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഇറിഗേഷൻ വെല്ല്, ജലസേചനത്തിനാവശ്യമായ കിണർ കുഴിച്ചു കൊടുക്കാം. എൻ്റെ അമ്പോ, ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. കിച്ചൺ ഷെഡ്, അടുക്കള ഷെഡ് ഉണ്ടാക്കി കൊടുക്കാം. ആർക്ക്? സ്കൂളുകൾക്ക്, അംഗൻവാടികൾക്കെല്ലാം അടുക്കള ഷെഡ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അങ്ങനെ കനാലുകളും ടോയ്ലറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാം. കക്കൂസ് നിർമ്മിച്ച് കൊടുക്കാം, ആളുകൾക്ക് സാനിറ്ററി കക്കൂസ് നിർമ്മിച്ച് കൊടുക്കാം. ഇങ്ങനെ തുടങ്ങി PMAYയിലെ ഹൗസസ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. PMAYയിലെ വീടുകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ടോയ്ലറ്റുകൾ ചെയ്തു കൊടുക്കാം. പിന്നെ ഇങ്ങനെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 266 വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്സ്യകൃഷി പോലുള്ള കാര്യങ്ങൾ, അസോള കൃഷി, പിന്നെ ടാങ്കുകൾ പണിത് കൊടുക്കൽ, കെട്ടിടങ്ങൾ പണിത് കൊടുക്കൽ, സ്റ്റേഡിയം പണിത് കൊടുക്കൽ, റോഡ് പണിത് കൊടുക്കൽ തുടങ്ങി ഒരു പഞ്ചായത്തിൻ്റെ മുഖമുദ്ര പിന്നെ മെയിൻ്റനൻസ് വർക്കുകൾ ധാരാളം ചെയ്തു കൊടുക്കാം, ഡ്രെയിനേജ് വർക്കുകൾ ചെയ്തു കൊടുക്കാം, പ്ലാന്റേഷൻ നന്നായി ചെയ്തു കൊടുക്കാം, ട്രഡീഷണൽ കാര്യങ്ങളെയൊക്കെ റിനോവേറ്റ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യാം, ഫ്ലഡ് കൺട്രോൾ പരിപാടികൾ ചെയ്യാം നിങ്ങൾക്ക്, അതായത് പ്രളയത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ പോയി നിങ്ങൾക്കവിടെ ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല. വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പരിപാടികൾ ചെയ്യാം. അങ്ങനെ തുടങ്ങി 266 പരിപാടികൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വേസ്റ്റ് ലാൻഡിൽ ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽസിന് ചെയ്യാൻ പറ്റും, പിന്നെ വാട്ടർ കൺസർവേഷൻ്റെ പരിപാടികൾ ചെയ്യാൻ പറ്റും, ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനെ 266 പരിപാടികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഞ്ചായത്തിൽ മേറ്റുമാരും തൊഴിലുറപ്പുകാരും ചുമ്മാ ഇങ്ങനെ ചെത്തിപ്പറിച്ച് പുല്ലും പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സമയം കളയാതെ നിങ്ങൾ എല്ലാവരുടെ കൂട്ടായി ഇരുന്ന് നിങ്ങളുടെ ഗ്രാമസഭകളിലൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്ത് പഞ്ചായത്തിൽ നിങ്ങൾ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വിളിക്കുക. സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വിളിപ്പിച്ച് നിങ്ങൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കുക, നല്ല മനോഹരമായ പ്രോജക്റ്റുകൾ. അസോള കൃഷിക്കൊക്കെ വലിയ സാധ്യതയുള്ളതാണ്. നല്ല മത്സ്യകൃഷി ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും തൊഴിലുറപ്പിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ്, ആഴത്തിൽ പഠിച്ചപ്പോഴാണ് വീണ്ടും പുതിയ വിവരങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വസന്തകാലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയട്ടെ.